എന്തായാലും ഈ ബിസിനസ് പൊട്ടും. അത് അളിയനാണോ പടക്കാണോ പൊട്ടുന്നത് മാത്രം നോക്കിയാൽ മതി. പൊട്ടണം. ഇത് ടപ്പോ ടിപ്പോ എന്ന് പറഞ്ഞ് പൊട്ടണം. അളിയാ, ഇത് എത്രത്തോളം പൊട്ടുവോ അത്രത്തോളം ലാഭം നമുക്ക് വരും. അതാണ് പടക്കം. എത്ര ബിസിനസ് ആയത്? നമ്മൾ ഒരെണ്ണത്താണ് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഇത് എത്ര പ്രാവശ്യം തുടങ്ങി, എത്ര ബിസിനസ് തുടങ്ങി? എന്റെ അളിയാ, ഒന്നേ പഴച്ചാ മൂന്നല്ലേ. ഇത് 300 കഴിഞ്ഞില്ലേ അളിയാ? പക്ഷേ ഈ ബിസിനസിനെ കുറിച്ച് പറയണമെങ്കിൽ എനിക്കെന്തോ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആത്മവിശ്വാസം. സത്യം എനിക്കും ഈ ആത്മവിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണ്. എല്ലാ ബിസിനസ് തുടങ്ങുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് പറയും. പൊട്ടുന്നവരെ അത് പറയും. ഇത് പാവം മാത്രല്ലോ, ഞാനും ഇല്ലേ കൂടെ. കണ്ടല്ലോ, അമ്മാവനും കൂടെ ഉണ്ട്. അപ്പൊ നേതൃസ്ഥാനത്ത് ഒരാളുണ്ടേ ഉണ്ടേ. അല്ല, ഞാനിതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. ഈ ശിവകാശിന്ന് പടക്കെടുത്തിട്ട് നമ്മുടെ നാട്ടിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഡബിൾ ലാഭാണ്. ആണല്ലേ? പിന്നെന്താ, അമ്മാവന് കുറച്ച് പൈസ മുടക്കിയാ പോരായിരുന്നു. എന്റെ ചോദിക്കുന്ന വല്ല കാര്യം അല്ല, അതല്ല, ഒരു 10-25,000 റുപ്യ മുടക്കിയിട്ട് എനിക്കിപ്പോ ഈ ബിസിനസ് നടത്തുന്ന ആരുടെ ശിവാർശം വേണ്ട. പക്ഷെ ഞാൻ അങ്ങനെ ഈ കാശ് ഇറക്കിയിട്ട് കച്ചവടം ചെയ്ത് ലാഭം കിട്ടിയാൽ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും. ഇതിപ്പോ നീയൊരു 25,000 റുപ്യ അവന് സഹായിച്ചാ 10 പൈസ അവനെയും കിട്ടും, ഒരു ലാഭവിധം നിനക്കും കിട്ടും. പിന്നെ പൈസ ആളി എൻ്റെ കയ്യിൽ നേരിട്ട് തരരുത്. അവിടെ ഹോൾസെയിൽ ആളുണ്ട്, അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മള് ലൈസൻസ് ഒക്കെ വേണ്ടേ? പിന്നെ ഇവിടെ അതൊക്കെ ഇവിടെ നിനക്ക് ഇവിടെ എന്തൊരു ബാറിന്റെ ലൈസൻസ് വേണോ, നിനക്ക് എന്ത് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, എന്ത് വേണം, അതിനൊക്കെ ആൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇതിനകത്ത് വലിയൊരു ഗുണം, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. SI നമ്മളെ ചെറുക്കൻ കണ്ടോ. പിന്നെ പിടിപാടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അമ്മാവ ഈ പറയാനായിട്ട് എന്റെ കയ്യിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എടുത്തരാൻ എന്റെ പൈസ വേണ്ടേ? ഞാൻ ഈ ചിട്ടിക്കും പാട്ടത്തിനും വേണ്ടി വെച്ചിരുന്ന കുറച്ച് പൈസകളാണ്. ഇവിടെ ലക്ഷങ്ങളൊന്നും വേണ്ട, നക്ക പിച്ച. ഒരു 10,000 നീ ഇങ്ങോട്ട് 25,000 നിനക്ക് തരും. ഓ, അതാണ് 25,000 എന്ന് പറഞ്ഞത്. 10,000 മതിയോ? 10,000 ഇട്ട് 25,000 നമ്മള് ലാഭമാക്കണത്. പിന്നെ അല്ലാണ്ട് 10,000-ന് 10,000 വേണ്ടല്ലേ? പിന്നെ 10,000 നിന്റെ കയ്യിലിരിക്കുന്ന 10,000 രൂപ ഇതാ നോക്ക്, ഇതാ അതങ്ങോട്ട് പണയം വെച്ചാൽ കിട്ടും. മേടിക്കില്ലേ? ഇതുപോലത്തെ 2 എണ്ണം വാങ്ങിക്കാം നമുക്ക്. അതെ, അമ്മാവനൊക്കെ ഇല്ലേ കൂടെ? ഇടേ സംഭവം ഉണ്ടല്ലോ, ഇത് ശിവകാശിയിൽ എനിക്ക് പിടിപാടുള്ള ആളുള്ളതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട. നമുക്ക് ഇച്ചിരി കൂടെ ഡിസ്കൗണ്ട് ചെയ്ത് തരും. പിന്നെ ഇപ്പൊ ഇത് വേണമെങ്കിൽ ഇപ്പൊ ഇത് റോട്ടിൽ കൂടെ നടന്നു വെക്കണ്ട. കട നോക്കിയിട്ടുണ്ട്, കട നോക്കിയിട്ടുണ്ട്. കച്ചവടത്തിൽ ഇരുത്ത ആളെ നോക്കി വെച്ചിട്ടുണ്ട്, അൻസാറും നടരായനും. അപ്പൊ അമ്മാവന ഞാൻ മേൽനോട്ടം. ഒരു സ്ഥലത്ത് വേണ്ട, നമുക്ക് 2-3 സ്ഥലത്ത് ഇടാം. ക്യാഷിൽ അമ്മാവൻ. അതിന് 10,000 രൂപ ഇത്രയും കിട്ടുമോ? ഇവന് ശിവകാശിയെ കുറിച്ചും പടക്കിനെ കുറിച്ചും അറിഞ്ഞൂടാത്തതാണ്. ഒരുപാട് പടക്കം കിട്ടും. പിന്നെ മാത്രമല്ലടിയാ, ഇപ്പൊ നമ്മള് തന്നെ ഇപ്പൊ എല്ലാ പ്രാവശ്യം ദീപാവലി വരുമ്പോ കുറെ വാങ്ങിക്കല് വേണ്ട. ഇതിൽ നിന്നുള്ള ലാഭത്തിന്റെ രൂപ അതിനും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വീട്ടില് പടക്കം മേടിക്കാനാണ് നമ്മൾ ഇത്രയും പൈസ വീട്ടിലെ പടക്കം മേടിക്കാനുള്ള 3,000 ലാഭം, പുറമെ 10,000 ഇറക്കിയ 15,000 വേറെ ലാഭം. ലാഭങ്ങൾ ഈ ലാഭം എല്ലാം കൂടെ നമ്മളെ കുടുംബത്തിലോട്ട് ഇങ്ങനെ വരും. പിന്നല്ലാണ്ട് എന്റെ വേറൊരു ആവശ്യത്തിന് വെച്ച പൈസയാണ്. ഇത് തിരിച്ചു കിട്ടൂലോ. വേറെ 2 ആവശ്യം നിനക്ക് നിറവേറാം. ആ പൈസ നമ്മള് ലാഭം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മുടക്കുമുതൽ സംസാരം വേണ്ട. ഞങ്ങൾ ലാഭം തരും. ഇങ്ങനെയാണെങ്കിൽ ലാഭം വേണ്ട എനിക്ക്, നിങ്ങൾ മുടക്കുമുതലേക്ക് തന്നാൽ മതി. അതെ, അതില്ല, അത് വേണ്ട. അവനോട് വാശി പിടിക്കണ്ട. നമ്മളിപ്പോ കിട്ടിയ ആർക്ക് വേണ്ടിട്ടാ ലാഭം അടക്കം നമ്മളാ തിരിച്ചു കൊടുക്കും. അവന്റെ മോൻ തന്നെ. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് എന്തോ ദീപാവലി കഴിഞ്ഞിട്ട് കാര്യമില്ല. ദീപാവലിയുടെ അന്ന് പടക്കം കൊടുത്തിട്ട് എന്തായാലും ഒരാഴ്ച മുമ്പ് കൊടുത്തിട്ട് കച്ചവടം ചെയ്യണം. അടുത്ത ആഴ്ച ദീപാവലി കഴിയും. ഇത് പൈസ ഇന്ന് വേണം. വൈകിട്ട് നാളെ രാവിലെ ഞാൻ അമ്മാവനോട് ശിവാശി പോകും. വൈകിട്ടല്ല, ഉച്ചക്ക് കിട്ടണം. വൈകുന്നേരം കാർ എടുത്തിട്ട് പോകേണ്ടതാ. അതിപ്പോ ഞാൻ പിന്നെ ഇത് എടുപ്പിടിന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരു കച്ചവടം ഇറങ്ങാൻ മനസ്സങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താമസിപ്പിക്കരുത്. ഇത് ചാഞ്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. ഇത് സംഭവം ഇപ്പൊ പടപടപടാന്ന് ചൂടോടെ വന്നിട്ട് പൊട്ടിക്കാളാണ് അങ്ങോട്ട്. നീ ഇപ്പൊ തന്നെ ഇറങ്ങിയിട്ട് ബാങ്കിലുള്ള പൈസ എടുത്തിട്ട് വാ. ഞങ്ങൾ അപ്പോഴേക്ക് കാറൊക്കെ റെഡി ആക്കിട്ട് പോവാൻ നോക്കാം. ബാങ്കിലുണ്ട്, ഇവിടെ അവിടെ എടുത്തിട്ടും ഉച്ചക്ക് ഞാൻ ആ വളയങ്ങൾ ഒരു ഇപ്പുറത്തെ കയ്യിലിട്ട് ആ കൈ ഫ്രീ ആക്കി വെച്ചോ. ഒരു വളയുടെ പൊട്ടമ്മ നെഞ്ചു തറതരാനാ. അപ്പൊ വൈകിട്ട് പോവല്ലേ? ഓ, വണ്ടി ഉച്ചക്കേ റെഡിയാണ്. പിന്നെ വൈകിട്ട് പോകുമ്പോ ഒരു അമ്പലത്തിലൊക്കെ പോയി തൊഴുത് നല്ല ഭക്തിയോടുകൂടി വേണം പോയി വരാൻ. വഴിയിൽ എനിക്കൊരു പള്ളിയിലും കൂടെ കാരണം ബുദ്ധിമുട്ട് ഒരു കുഴപ്പമില്ല. പള്ളിയിലോ അമ്പലത്തിലോ എവിടെ വേണം പോയിക്കോളെ, പക്ഷെ ദേവാദിനം വേണം. സുഖമായിട്ട് യാത്ര ചെയ്ത് വേഗത്തേക്ക് എത്തണം. വഴിയിൽ വെടിവെച്ചാൽ കോവിലും വെടിയും വെച്ചിട്ടേ പോകും. ഇത് വല്ലാത്തൊരു തലവേദന. ഇതിപ്പോ
മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഉള്ള വെള്ളം എല്ലാം കൂടെ വലിച്ചാൽ കയറ്റിക്കോളൂ. ഇതിന് വേണ്ട മൂത്രം എവിടെ കിടക്കുന്നത്? കഴിഞ്ഞ ഓ ഇത് എന്തിനാണ് ഇങ്ങനെ കളയാനാണെങ്കിൽ ഉള്ള എല്ലാം കൂടെ കുടിക്കണേ? നീയേ നീ വേണ്ട വേണ്ട പറഞ്ഞിട്ട് നീ നാളെ അടിച്ചില്ലേ ഇപ്പൊ? എന്താ നീ നാളെ അടിച്ചില്ലേ? നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? അതെ, അമ്മാവൻ എത്ര അടിച്ചെന്നുള്ളത് അമ്മാവന് ഓർമ്മയുണ്ടോ? പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, 6 എണ്ണം കഴിച്ചു, 6 എണ്ണം. അവസാനം എനിക്ക് വെച്ചിരുന്നതും കൂടെ അമ്മാവനാണ് കഴിച്ചത്. സന്തോഷം വന്ന കേസന എങ്ങനെയാ നമ്മൾ വിചാരിച്ചേക്ക ലാഭത്തിൽ നമുക്ക് പടക്കം കിട്ടിയില്ലേ, പിന്നെ അടിച്ചു പൊളിച്ചെന്താ? അതെങ്ങനെ കിട്ടിയ? അപ്പൊ ആരുടെ പിടിപാട് കൊണ്ട് അത് കിട്ടിയ? അനക്ക് തമിഴ്നാട്ടിൽ നല്ല പിടിവേടല്ലേ? അതെ അമ്മാവ, ഞാൻ പിന്നെ ഇതൊന്നും ആരോടും ഞാനായിട്ട് പറയൂല. അല്ല, ഞാൻ ആരോടും പറയില്ല. പിന്നെ നമ്മുടെ പടക്കക്കടക്ക് ഒരു പേരിടണം. ഞാൻ ഒരു പേര് പറയാം. ഏത്? അഴകേശൻ പടക്കക്കട. അഴകേശൻ. അടിപൊളി. പിന്നെ എല്ലാ പടക്കവും വെക്കരുത്, കുറച്ച് പടക്കം നമ്മുടെ തക്കിളി മോൾക്ക് മാറ്റി വെക്കണം. അതത്രേ ഉള്ളൂ. ചുമ്മാ ആരാ എന്താ ഓണടിക്കണം അവിടെ സംസാരിക്കണേക്കല്ലേ? വണ്ടി ഇറങ്ങടാ. നിങ്ങക്ക് വണ്ടി കുറച്ച് വഴിന്ന് മാറ്റിയിട്ട് സംസാരിച്ചൂടെ? അതെ മോളെ, അതിന് നീ മര്യാദയോടെ സംസാരിക്കണ്ടേ? ഞങ്ങൾ അവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിട്ട് കേന്ന് ഓണടിക്കാൻ പാടുവോ? 2 പുരുഷന്മാര് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോ അതിന്റെ ബാഗ് വന്നത് ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. നിങ്ങൾ എന്ത് വേണേലും ചർച്ച ചെയ്തു, പക്ഷെ വഴിന്ന് കുറച്ച് മാറ്റിയിട്ട് സംസാരിച്ചൂടെ? അത് വന്ന് പറയണം, അല്ലാണ്ട് ഇങ്ങോട്ട് അഹങ്കാരം കാണിച്ചിട്ട് നീ ഒരു പെണ്ണല്ലേ വന്നിട്ട് കേക്ക് ഓണടിക്ക? നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്? അതെ, പക്ഷേ ഇത് എന്റെ അളിയന്റെ പൈസക്ക് എന്റെ അമ്മാവനും ഞാനും കൂടി എന്റെ കൂട്ടുകാരന്റെ വണ്ടിയിൽ ഇരുന്ന് 2 അടിച്ച് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ സഞ്ചരിക്കണം. നിനക്ക് എന്താണ് കുഴപ്പം? എന്താ കുഴപ്പം? സ്ത്രീകളോട് മാന്യമായിട്ട് സംസാരിക്കണം. ഓഹോ, നോട്ട് ദ പോയിന്റ്. സ്ത്രീകൾ എല്ലാ കാര്യത്തിനും ഇപ്പൊ അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, സ്ത്രീ സമത്വം 50-50. അഹങ്കാരം കയറരുത് എന്ന് പറഞ്ഞാൽ കയറും, കേറ് എന്ന് പറഞ്ഞാൽ കേറില്ല. ആണുങ്ങൾ പോണോടത്തൊക്കെ പോണം, ആണുങ്ങൾ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യണം. പടക്കോഴി പോകുന്ന നൂറ്റാണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, താൻ വണ്ടി എടുത്ത് മാറ്റാൻ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നിങ്ങൾ മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റുന്നുണ്ടോ? മാറ്റിയില്ലെങ്കിലോ? അതെ, വണ്ടി മാറ്റാൻ സൗകര്യമില്ല. നീ എന്തോ ചെയ്യടി? താൻ മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റണോ? ഞാൻ ആരാന്നറിയാവോ? താൻ ആരാ? രാജാവാണ്. അതെ, ഞാൻ രാജാവാ. എന്റെ പാർട്ടിയിലെ രാജാവായി ഞാൻ. 4 ആൾ അറിയുന്ന രാഷ്ട്രീയ പ്രമുഖനാണ് എന്റെ മരുവൻ. താൻ ആരാ? എനിക്ക് ഒരു കുഴപ്പമില്ല, വണ്ടി എടുത്ത് മാറ്റണോ? അമ്പമ്പോ, കടുവായെ കിടുവ പിടിക്കുന്നു, മരയോന്തിന് ചായ മടിക്കുന്നു. വണ്ടി എടുത്ത് കൊടുക്കും ഉണ്ടകണി. നോക്കി ദയിപ്പിക്കണമൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വന്ന ഭയങ്കര സൗന്ദര്യല്ലേ? അതുകൊണ്ടല്ലേ കേരളത്തിൽ ഒരുപാട് സുന്ദരിമാരുള്ള. നോട്ടം കണ്ടപ്പോ ദയിച്ചു ഉരുകി പോവും ഞാൻ. പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. വണ്ടി പോയതുണ്ടോ? അഹങ്കാരം വലിയ പണവും പത്രസോളന്റെ അഹങ്കാര. ഏതോ കാശുകാരന്റെ ഭാര്യ മോളാ, അതിന്റെ ജാട അവള് നമ്മടുത്താ. അതെ, ഒന്നുകൂടെ ചോദിക്കട്ടെ, ഇനി ഒഴിക്കണേ ഒഴിച്ചിട്ട് കയറി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി തള്ളി ഇതുപോലുള്ള അലമ്പിന് എനിക്ക് പറ്റൂല. അതെ, പോലീസ് എങ്ങാനും തടുത്ത നീ ഇത്രയും പറയോ? ഏത് പോലീസ്? ഇവിടെ ശിവകാശിയിൽ തമിഴ്നാട്ടിലൊക്കെ എന്റെ പിടി ഉണ്ടല്ലോ, പിന്നെയാണ് ഇനി കേരളത്തിൽ പോലീസ് പിടിക്കാൻ പോണേ. വണ്ടി എടുക്കടാ. അയ്യോ, കടുവായെ കിടുവ പിടിക്കുന്നു, അമ്പമ്പോ മരുന്നിന് ചായ മടിക്കുന്നു, അമ്പമ്പോ കടുവായെ കിടു. പോലീസ് അത് അമ്മാവ എതൊക്കെ കവലപ്പെടുற? നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തിയില്ലേ? ഞാൻ ക്ലീറ്റസ്, ഇത് നമ്മളെ പിള്ളേര്. കുഴപ്പമില്ലല്ലോ. ഒന്നുമില്ല, പിന്നല്ലാണ്ട്.
സാറേ കാല് കടയാണ് ഇവിടെ ഇരുന്നാലോ? മിണ്ടാതിരിക്കും, അകത്ത് കയറ്റി എടുത്തു. മതി. ശരിയേട്ടാ, വലിയ ഉപകാരം. കനക, അതെ അല്ല, എന്താണെന്ന് അറിഞ്ഞോളൂ. ഞാനും മാമനും കൂടി ഇങ്ങനെ കാറിൽ ഇറക്കിറങ്ങി വന്നപ്പോൾ കൈ കാണിച്ചു. നേരെ വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ബുക്ക് പേപ്പറൊക്കെ ഉണ്ടായിരുന്നോ? ഓ, എല്ലാം ഉണ്ട്. ഒരു വകയും ഇവർ ചോദിച്ചില്ല. ലൈസൻസ് കൂടി ചോദിച്ചില്ലടാ. എനിക്കറിയില്ല. നിങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ആരും ഒരു അക്ഷരം ഉണ്ടെങ്കിൽ എല്ലാം ഊമയാന്ന് തോന്നുന്നു. കഴിച്ചെങ്ങനെ? അത് രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചപ്പോൾ കഴിച്ചതാണ്. പക്ഷെ അതൊന്നും ചോദിച്ചിട്ടില്ലേ? അത് ചോദിച്ചില്ലേ? ആ, ഇനിയിപ്പോ SI വന്നാലേ വിടുള്ളൂ. ഈ പടക്കം തീരുന്നു. നല്ല ലാഭത്തിൽ കിട്ടിയ പടക്കം ഒരു ദിവസം കച്ചവടം ചെയ്ത് 25,000 ഉറുപ്പിക ലാഭമുണ്ടോ? പിന്നെ ഇവിടെ വിചാരിച്ച പോലല്ല. തമിഴ്നാട്ടിൽ ശിവകാശിയിലൊക്കെ പോലെ ഭയങ്കര പിടിപാടാണ്. വലിയ ആളാണ് അവൻ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇത്രയും നേരം ഇവിടെ നിൽക്കുന്നത്. നിന്റെ പരിചയത്തിലാരോ രസം നടന്നിട്ട്? ആ SI ഇപ്പോൾ ട്രാഫിക്കില്ല, ഇവിടെ ഇല്ല. ട്രാഫിക് സ്റ്റേഷനിൽ ഇവിടെ വേറെ ആരോ വന്നിട്ട് വിടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇവിടുത്തെ സ്നേഹം. പുതിയ ആളാണ് സാറേ. സാർ, SI വരാൻ സമയമായോ? SI വരാറായി. നമ്മുടെ കാര്യം പോക്കാം. പുതിയ SI ആള് കുഴപ്പക്കാരിയാ. ഇപ്പൊ തന്നെ 3 സസ്പെൻഷനായി. അവരകത്തേക്ക് കൊണ്ടുപോവാ. എവിടെയോ കണ്ടു നല്ല പരിചയം. ഞാൻ KCB-ലാണ് ലൈൻമാൻ കനകൻ. രാഷ്ട്രീയക്കാരെ കണ്ടെടുത്താ കണ്ടൂടാ. വാ. എന്നെ അല്ല, നിങ്ങൾ ചെല്ല്, ഞാൻ വരാം. നിങ്ങൾ ചെല്ല്, ഞാൻ വരാം. എന്നെ വിളിക്കുമ്പോ ഞാൻ വരാം. അല്ല വിനി, കുഴപ്പമില്ലടാ. അപ്പോ ചെല്ലി, നീ ചെല്ലി. ചെല്ലടാ, ഇതല്ലേ രാഷ്ട്രീയക്കാരൻ. ചെല്ലി തുറക്കുന്നില്ലേ? കേറി വേടോ, ഇങ്ങടാടാ. കേറി വരാൻ. ഇങ്ങോട്ട് മാറി നിൽക്കും. ഇങ്ങോട്ട് മാറി നിൽക്കടോ. പാട്ടുകാരനാ? അല്ല, അമ്മാമനാ ഇവന്റെ. ആ, വെള്ളയും വെള്ളയൊക്കെ ഇട്ട് രാഷ്ട്രീയക്കാരനാ? അല്ല, പ്രമുഖനായി. പ്രമുഖനായ ഒരു പള്ളിയിലെ കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. അങ്ങനെ ഞാൻ ഈ വെള്ളം ഇടുന്നത്. രാഷ്ട്രീയമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല സാറേ. ഓ ശരി. നേരത്തെ പാടിയ പാട്ടില്ലേ, അതൊന്നും കൂടെ പാടാം. മറന്നുപോയി. ഓ, മറന്നുപോയി. ഓർത്ത് നോക്ക്, ഓർമ്മയുണ്ടാകും. പാടോ. കടുവായെ കിടുവ പിടിക്കുന്നു, മരവൊന്തിന് ചായമടിക്കുന്നു. കേറോട്. കടുവായെ കിടുവ പിടിക്കുന്നു. പിന്നത്തെ എനിക്കറിയില്ല, ഞാൻ പാട്ട് കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുക. എനിക്കറിയില്ല. കടുവായെ അമ്പമ്പോ മരയോന്തിന് ചായമടിക്കുന്നു, കടുവായെ കിടുവ പിടിക്കുന്നു. റിപ്പോർട്ടിൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ആവശ്യത്തിലധികം ഉണ്ടല്ലോ. അതില്ല, ഞാൻ ആകെ ഒരു ഇത്ര കഴിച്ചിട്ടുള്ളൂ. അത്രയും കഴിച്ചത് ഞാനാ. അതുകൂടാതെ ഇവരുടെ വണ്ടിയിൽ ലൈസൻസ് ഇല്ലാതെ കുറെ പടക്കങ്ങൾ ഉണ്ടായിരുന്നു. ആഹാ, എന്തൊക്കെയായിരുന്നു?
അതൊന്നുമില്ല വേറെ കുറെ കമ്പി മത്താപ്പ് കുറെ തറച്ചക്രം പൂക്കുറ്റി എലിവാണ് വെടിയുള്ള ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല. മദ്യപിച്ച് വണ്ടി ഓടിച്ചു വന്നതിന് കൂടെ RDX കൂടെ ഉണ്ടായിരുന്നു എഴുതിച്ചു. ഓക്കെ മാഡം. കൂടാതെ എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നും കൂടി എഴുതിക്കും. നിങ്ങൾ പിന്നെ ആ ഒലയ്ക്ക് ഒന്നെടുത്ത് റെഡിയാക്കി വെച്ചു. നമുക്ക് ഈ കാർന്നവരെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അയ്യോ മേഡം, അതിന് ഞങ്ങളാരും മേഡത്തിന് ഈ വണ്ടി ഇടിച്ചു കൊല്ലാനൊന്നും വന്നില്ലല്ലോ. ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കലായിരുന്നു. നിർത്തിയിട്ട വണ്ടി എങ്ങനെയാ മേഡം ഇടിച്ചു കൊല്ലാൻ വരിക? വണ്ടി ഞങ്ങളുടെ വണ്ടി മുന്നിലും മാഡത്തിന്റെ വണ്ടി ബാക്കിലല്ലേ, അപ്പൊ ഞങ്ങളുടെ വണ്ടി മുന്നോട്ടല്ലേ ഓടുന്നത്. ഈ മര്യാദയൊന്നും അവിടെ കണ്ടില്ലല്ലോ. എന്താ സത്യം പറയട്ടെ, ഞങ്ങള് പാവങ്ങളാ, വളരെ മര്യാദയുള്ള ഒരു ഫാമിലിയിലുള്ളതാ. പക്ഷെ സ്ത്രീകളോട് തീരെ മര്യാദ ഇല്ലാതെയാണ് അന്നേരം സംസാരിച്ചിരുന്നത്. ഞങ്ങൾ സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന രണ്ട് ആൾക്കാർ. അത് അന്നേരം തോന്നിയില്ലല്ലോ രണ്ടുപേർക്കും. പക്ഷെ അന്നേരം ഞങ്ങൾ കാറിനകത്തിരിക്കുന്ന ആണുങ്ങൾ ആരും ആണെന്നുള്ളൊരു മനസ്സിലാക്കണം. ആണുങ്ങളാന്ന് കരുതിയിട്ടായിരുന്നു ഞങ്ങള്. ആരോടാണോ ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അല്ല അങ്ങനെയല്ല സാറേ, ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റൂലേ. നീയൊക്കെ അകത്ത് കടന്ന മാത്രമേ പഠിക്കുള്ളൂ. നമുക്ക് കാണാം എന്താ ഉണ്ടാവുന്നെന്ന്. പോലീസിനോട് എന്തിന്റെയൊക്കെ കളി. അറിയാതെ പറ്റിയതാ. അറിയാതല്ല നീയൊക്കെ മലപ്പുറം ചെയ്യുന്നതൊക്കെ. അല്ല, എന്റെ ചേച്ചി അറിഞ്ഞ ആകെ പ്രശ്നമാവും. എന്റെ ഭാര്യ അറിഞ്ഞ അതിനേക്കാളും പ്രശ്നം. കാര്യം ഇത്തിരി വശവാ. തോതിനുള്ള ആരെങ്കിലും വിളിച്ച് ഊരാൻ നോക്കും, ഇല്ലെങ്കിൽ കാര്യം പ്രശ്നമാണ്. എല്ലാവരും പിന്നെ ഒറ്റൊരുത്തനെ കാരണം. അമ്മാവ ഓന്ത നിറം മാറും പോലെ മാറല്ലേ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കളിക്കുന്നോ? ആരേലും വിളിച്ചിട്ട് എന്നെ ഒന്ന് ഇവിടുന്ന് ഇറക്കട. ആ സ്ത്രീ എന്നെ ഈ ജമ്മം ഇവിടുന്ന് ഇറക്കുന്നു തോന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ കിടന്നോട്ടെ. എന്താ വർത്താനം അമ്മാവ പറയണേ? ഇല്ല, കടിച്ചു കയറാൻ വരികടാ. എന്തത്ര ദേഷ്യം അവർക്ക്? നമുക്കറിയില്ലല്ലേ എന്താണ് അവരുടെ ഇത്ര ദേഷ്യം. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ ചെറുപ്പത്തിന്റെ ഒരു ആവേശമായിരിക്കും. ഇപ്പൊ ജോലി കിട്ടിയതല്ലേ, അതിന്റെ ഒരു ഇത്. നേരത്തെ ഞങ്ങളെ പരിചയമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ കാണുന്നത് അല്ലാ പരിചയമില്ല. എന്ത് പരിചയം? ഒരു പരിചയം എനിക്കറിഞ്ഞൂടാ. ഇവരെല്ലാരും പറഞ്ഞ ജന്മന ഭയങ്കര ദേഷ്യക്കാരിയാന്നാ പറഞ്ഞത്. ഇല്ലാത്ത പൈസ അല്ലേ ഞാൻ നിന്റെ തന്നത്. അത് നീ കൊണ്ട് മര്യാദയ്ക്ക് സാധനം മേടിച്ചോണ്ടെന്ന് വിറ്റ് അതിന് 10 രൂപ ലാഭം കിട്ടിയാൽ നിനക്ക് ആയിക്കോട്ടെന്നായിരുന്നു. എനിക്ക് മുതൽ മാത്രം തന്നാൽ മതി. അളിയാ, സാധനം മേടിച്ച് അവിടെ നിന്ന് ശിവകാശിയിൽ നിന്ന് നേരെ വണ്ടി എടുക്കാൻ പോയപ്പോൾ രാവിലെ 5 മണിക്ക് എൻ്റെ അടുത്ത് അമ്മ പറയണത് നമുക്ക് പടക്കക്കടയ്ക്ക് ഒരു പേരിടണ്ടേ, പേരാലോചിക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് പോണ വഴിയിൽ ആലോചിക്കാം. എടാ, ആലോചിക്കണമെങ്കിൽ നമുക്ക് 2 അടിച്ചിട്ട് ആലോചിക്കാം. 5 മണിക്ക് എന്നെ കൂടെ നിർബന്ധിച്ച് കുടിപ്പിച്ചിട്ട് പേരാലോചിക്കാൻ വേണ്ടി. എന്നിട്ട് പേര് കിട്ടി? പേര് കിട്ടി. അവസാനം അഴകേശം പടക്കക്കട. അയ്യോ, പച്ചക്കള്ളറിന് നീ 10,000 ഉറുപ്പ്യ പടക്കത്തിന് കൊടുത്തില്ലേ? അവിടെ 9,000 ഉറുപ്പ്യ ചെലവായുള്ളൂ. ബാക്കി 1,000 ഉറുപ്പ്യ ഉണ്ട്. അത് കനകനോട് പറയേണ്ട 10 ചെലവായി. അതിന് നമുക്ക് കള്ളുടിക്കാൻ പറഞ്ഞു മേടിച്ചത്. അത് ഞാൻ പറഞ്ഞു നമുക്ക് ലാഭത്തിൽ കൂട്ടി കൊടുക്കാം. അളിയന് ലാഭം കൊടുക്കുമ്പോൾ അതിൽ കൊടുക്കാം. അവൻ നിർബന്ധിച്ചിട്ടാ ഞാൻ കുടിച്ച് കേട്ടിട്ട് ഒരുമാതിരി തോന്നിയ ദിവസം പറയല്ലേ അമ്മ കേട്ടോ. അളിയാ, ഇപ്പൊ 10,000 രൂപയ്ക്ക് നമുക്ക് ഇത് വിൽക്കുമ്പോൾ ലാഭം കിട്ടുമല്ലോ. പൈസ തരാം. നീ അതിന് ഇങ്ങനെ വേണം വെക്കല്ലേ. എന്നെ ആദ്യം പുറത്തിറക്ക്. ഇവിടുന്ന് വെളിയിറങ്ങിയാലേ എനിക്ക് പൈസ തരാൻ പറ്റുള്ളൂ. അല്ല നീ പറഞ്ഞ ഉടനെ പൈസ എടുത്തരാൻ ഞാൻ എന്ത് ചെയ്യും? ആദ്യം വെളിയിൽ ഇറക്കാൻ നോക്കണ ഒരാളെ. ഇപ്പൊ എന്റെ തെറ്റായ പിന്നെ നീ പൈസ എന്ന് വേണം വെച്ചാൽ പിന്നെ എനിക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. നിനക്ക് കുറെ മറ്റന്മാരെ കൊണ്ടല്ലേ അവരെ വിളിയോട്ട്. അവരെ നീ അങ്ങനെ ബേളം വെക്കാന്ന് വേണ്ട. എനിക്ക് വിളിച്ച ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വിളിക്കണ്ട, വെറുതെ ചെറിയ കേസിന് വിളിക്കണ്ടെന്ന് വെച്ചിട്ടാ. സാറ് പറഞ്ഞേട്ടാ, ആരെങ്കിലും പരിചയമുള്ളവരെ വിളിക്കാൻ പറഞ്ഞേക്കാം. മുടിയൊക്കെ നരച്ചില്ലേ, അവൻ നിയന്ത്രിക്കേണ്ട അമ്മാവനല്ലേ. അടിക്കാൻ പറയുമ്പോൾ അടിക്കേണ്ട അമ്മ നാട്ടിൽ നിന്നിട്ട് ഞാനിവിടെ കൂടൂലേ. ഞാൻ പറഞ്ഞു ക്ലീറ്റസ് കഴിക്കേണ്ട പറഞ്ഞ പറയാ. ഞാൻ കള്ളുടിച്ച് പിടിച്ച ഒരാളും ഒന്നും ചെയ്യില്ല. എനിക്ക് അവിടെ പിടിപാടുണ്ട് എന്റെ രോമത്ത് തൊടില്ല എന്ന് പറഞ്ഞവൻ. കള്ളു കുടിച്ചിട്ട് അവിടെ കിടന്നാൽ മതിയായിരുന്നു. ഫിറ്റിറങ്ങിട്ട് വണ്ടി ഓടിച്ചാൽ പോരായിരുന്നു. ഞാനല്ലേ ഓടിക്കുന്നു. ഇവനൊരു കുഴപ്പമില്ല പറഞ്ഞിട്ട് ഇവനല്ലേ കയറ്റി ഇരുത്തിയിട്ട് കൊണ്ടുവന്നെ. അതെ, വിളിച്ചു. എന്നിട്ട് സ്വിച്ച് ഓഫാ. അൻസാറിനെ വിളിച്ചാ. എന്നിട്ട് സ്വിച്ച് ഓഫ്. പ്രസിഡന്റും സ്വിച്ച് ഓഫ്. ഇനി വേറെ ആരും വിളിക്കാനില്ല. ആകെ 3 പേരല്ലേ ഉള്ളൂ നിങ്ങളെ പാർട്ടിയില്. കനക ആ എയുവിനോട് പറഞ്ഞിട്ട് വല്ല മേലുദ്യോഗസ്ഥന്മാരും വിളിച്ചു പറഞ്ഞിട്ട് അമ്മാവനൊന്നും ഇറക്കണായിരുന്നു. ഞാൻ എന്താ പറഞ്ഞ വിളിച്ചിട്ട് എന്റെ അമ്മാവനും അളിയനോടെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് അവരെ രക്ഷിക്കണമെന്നാണ്. ഈ മദ്യപിച്ച് പറയണത് അത്ര വലിയ തെറ്റുമല്ലോ. അതൊക്കെ വലിയ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഓ, നിന്റെ സർക്കാരിനെ കുറിച്ച് നീ പറയല്ലേ. സർക്കാർ ഇത് ആരാണ് ഈ മദ്യം ഇറക്കണത്? സർക്കാർ. അത് എവിടെ കൂടെയാണ് വിൽക്കുന്നത്? സർക്കാരിന്റെ സ്ഥാപനത്തിലൂടെ. എന്നിട്ട് നമ്മളെ കൊടുക്കുന്ന പൈസയുടെ പകുതി ടാക്സ് ആയിട്ട് സർക്കാർ തന്നെ പിടിക്കും. എന്നിട്ട് അത് നമ്മൾ കുടിച്ചാൽ ഉടനെ നമ്മളെ പൊക്കിയെടുത്ത് നേരെ അവരുടെ സർക്കാർ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടിട്ടിട്ട് ഒരു പെറ്റി എഴുതി തരും. ഈ പെറ്റി ആർക്കാണോ ഉള്ളത്? സർക്കാരിന്. എന്നിട്ട് കുടിക്കണം നമ്മളാണ് തെറ്റുകാർ. ഞാൻ ഒരു കാര്യം പറയാം, നീ വീട്ടിൽ ഇരുന്നാൽ മതി. നിനക്ക് ചിലവുള്ള പൈസ ഞാൻ തരും. നീ എനിക്ക് ചെലവിന് തന്നെ വീട്ടിൽ ഇരുത്താൻ നോക്കരുതേ കേട്ടോ. അത് നിന്റെ മനസ്സിൽ വെച്ചിരുന്നാ. എന്നിട്ട് അതിനെ കണക്ക് പറയാം.
എന്നിട്ട് എന്നെ നക്കാപ്പിച്ച കണക്ക് പറയാനില്ലേ? അത് കേൾക്കാൻ താല്പര്യം എനിക്കില്ല. കുറെ കേട്ടത് തന്നെ ഞാൻ. വെള്ളം അടിച്ച് നാണം പിന്നെ കെടുത്താനായിട്ട്. നീ വെള്ളം അടിച്ചതിനെ കുറിച്ച് പറയലേ. വെള്ളം അടിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ഒരു തെറ്റല്ല. തെറ്റാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഒരു തെറ്റാണ്. അതാ മോള് അല്ല സാറ് മോള് പറഞ്ഞത് ശരിയാ. മദ്യപിച്ച് ഒരിക്കലും വാഹനം ഓടിക്കാൻ പാടില്ല, അത് തെറ്റാണ്. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതും തെറ്റാണ്. അതെ. അതുകൊണ്ടാണ് മാഡം ഞാൻ ഇന്ന് വരെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഒരു തെറ്റ് അറിയാണ്ട് മാഡത്തോട് ഞാൻ ചെയ്തു പോയി. സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് തെറ്റാണ്, ക്ഷമിക്കണം. പക്ഷെ ഇവൻ ചെയ്ത തെറ്റ് അതിക്കറിയില്ല. സാധാരണ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറിയ അകത്തിട്ട് ഞാൻ ചവിട്ടി കൂട്ടാറുള്ളതാണ് പതിവ്. ഇതിപ്പോ എന്റെ കാര്യമായിപ്പോയി. മദ്യവെച്ച് വാഹനം ഓടിച്ചതിന്റെ പെറ്റി കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക്. ആ നിക്ക്, ഞാൻ പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞിട്ട് പോയാ മതി. ഇനി മേലാൽ രണ്ടുപേരോടും കൂടിയാണ് പറഞ്ഞത്. പറ. ഇനി മേലാൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കില്ല. പറഞ്ഞു. ആവർത്തിച്ച് പറഞ്ഞു. ഇനി മുതൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറില്ല, മദ്യപിച്ച് വാഹനം ഓടിക്കില്ല. മതി. ശരി. അല്ല, ഞങ്ങളുടെ പടക്കം ഇപ്പൊ പൊട്ടിക്കാനോ പിന്നെ പൊട്ടിക്കാനോ? ഇപ്പൊ പൊട്ടിക്കട്ടെ. Alien versus Alien.